എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നേരെ ഇന്നലത്തെ അതേപോലെ തന്നെ നേരെ താഴെ വരികയാണ് ചെയ്തത്. 1 അവർ ടൈം ഫ്രെയിമാണ്. നോക്കൂ, ഇന്ന് ഓപ്പൺ ചെയ്തത് 24,367 അതിനുശേഷം 24,377 എന്നുള്ളൊരു ജസ്റ്റ് ഒരു 10 പോയിൻ്റ് മുകളിലേക്ക് പോയിട്ട് നേരെ താഴെ വരികയാണ് ചെയ്തത്. 24,280 എന്നുള്ള ലോ ക്രിയേറ്റ് ചെയ്തു. ഏകദേശം 100 പോയിൻറ്റിൻ്റെ അടുത്ത് ഡൗൺ സൈഡ് വന്നതിന് ശേഷം അവിടെ കുറച്ച് നേരം ഒരു കൺസോൾട്ടേഷൻ ആയിട്ടാണ് പിന്നീടൊരു ബ്യൂട്ടിഫുൾ റിക്കവറി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതൊരു 5 മിനിറ്റ്സിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ നിന്നും ആ ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിലിന് ശേഷവും സെക്കൻഡ് 15 മിനിറ്റ്സ് ക്യാൻഡിലും താഴെ വന്നിട്ട് ആ ക്യാൻഡിലാണ് റിക്കവറി നടത്തിയത്. പിന്നീട് അവിടെ നിന്ന് അല്പാൽപമായിട്ട് നേരെ ഇന്നലത്തെ അതേ ഒരു സ്റ്റൈലിൽ മുകളിലേക്ക് പോവുകയായിരുന്നു. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഇന്ന് നല്ല അത്യാവശ്യം ഒരു 600 പോയിൻറ്റിൻ്റെ റാലിയാണ് നടത്തിയത്. ബാങ്ക് നിഫ്റ്റി എന്നാൽ നിഫ്റ്റിയെ പോലെ തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴേക്ക് വന്നില്ല. അത് അപ്പോഴും പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സോടുകൂടി തന്നെ പിടിച്ച് നിൽക്കുകയായിരുന്നു. സെൻസെക്സും കാര്യമായിട്ടുള്ള ഡൗണൊന്നും നടത്തിയിട്ടില്ല. ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കൂ, ഇത്രയാണ് സെൻസെക്സ് വന്നിട്ടുള്ളൂ. ഇത് 5 മിനിറ്റ്സ് ക്യാൻഡിലാണ്. ചെറിയ 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് ക്യാൻഡിൽ മാത്രമേ ഒരു ഡൗൺ സൈഡിലേക്ക്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് ക്യാൻഡിൽ 80,640 വരെ ഓപ്പൺ ചെയ്തത് 80,760 ലോ ക്രിയേറ്റ് ചെയ്തത് 80,644. അപ്പോൾ ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉള്ളൂ. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം, നിഫ്റ്റിയും സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം സെൻസെക്സ് നിഫ്റ്റിയിൽ 100 പോയിൻറ്റ് ഡൗൺ വന്നു കഴിഞ്ഞാൽ സെൻസെക്സിൽ ഒരു 300 വരണം. പക്ഷേ സെൻസെക്സ് അത്ര കാര്യമായിട്ട് ഓപ്പണിങ്ങിന് ശേഷം വന്നില്ല. നിഫ്റ്റിയാണ് ശരിക്കും കുഴപ്പിച്ചത്. തീർച്ചയായും ഇന്ന് അപ്സൈഡിലേക്ക് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു കൺഫർമേഷൻ കൊണ്ട് തന്നെ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് ഞാനത് മറ്റുള്ളവർക്ക് സജഷൻ ചെയ്തില്ല. ഞാൻ ആ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ വാച്ച് ചെയ്തുകൊണ്ട് ഒരു ട്രേഡ് അപ്സൈഡിലേക്ക് എടുത്തിരുന്നു. പക്ഷേ ഇവിടെ നിന്നാണ് ഞാൻ ഇതിൻ്റെ എൻഡിൽ നിന്ന് തന്നെയാണ് എടുത്തത്. പക്ഷേ ഇവിടെ ഒരു 17 പോയിൻ്റ് പോസിറ്റീവിൽ നിൽക്കുമ്പോൾ ഒരുപാട് നേരം കൺസോൾട്ടേഷൻ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വെറുതെ ട്രാപ്പിൽ പെടണം എന്നുള്ള രീതിയിൽ എക്സിറ്റ് അടിക്കുക ചെയ്ത് ചെറിയൊരു പ്രോഫിറ്റിൽ. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും ഇന്നത്തെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. നല്ല റാലിയാണ് ഇന്നും നടത്തിയത്. നിഫ്റ്റി 200 പോയിൻറ്റോളം റാലി നടത്തിയിട്ടുണ്ട്. അതേപോലെ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എല്ലാ ഇൻഡെക്സുകളും നല്ല റാലിയാണ്. സ്റ്റോക്കുകളെല്ലാം തന്നെ SBI ഒക്കെ 1% മുകളിൽ റാലി നടത്തിയിട്ടുണ്ട്. HDFC ബാങ്ക്, അതുപോലെ ബാങ്ക് സെക്ടറുകളെല്ലാം നല്ല റാലിയാണ് നടത്തിയത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ 24,360 മുകളിൽ 5 മിനിറ്റ്സ് ക്യാൻഡിലാണ് എൻട്രി പറഞ്ഞത്. അതേസമയം 1 അവറിലും 15 മിനിറ്റ്സിലും 24,540 മുകളിലാണ് എൻട്രി പറഞ്ഞിരുന്നത്. അതേതായാലും ആ വഴിക്ക് ആ ലെവൽ വരെ എത്തിയിട്ടില്ല. നമുക്ക് 5 മിനിറ്റ്സിൽ 24,360 ഇവിടെ ക്ലോസ് ചെയ്തു. നമ്മളൊരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു, പക്ഷേ റീടെസ്റ്റ് നടത്തിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ഫോർമാറ്റ് ചെയ്തിരിക്കും. ഇനി ഈ ക്യാൻഡിൽ, ഈ 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമ്മൾ എടുത്തില്ലെങ്കിലും സെക്കൻഡ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ എടുത്തിരുന്നെങ്കിൽ നോക്കൂ, 110 പോയിൻറ്റിൻ്റെ റാലിയാണ് നടന്നത്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതിൽ നിന്നും നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രീവിയസ് ലോ എന്ന് പറയുന്നത് ഇതാണ്, ഒരു പ്രീവിയസ് ലോ. പക്ഷേ നമ്മൾ ഈ എൻട്രി പോയിൻറ്റിനടുത്തായതുകൊണ്ട് ഇത് നമ്മൾ ചൂസ് ചെയ്യില്ല. സെക്കൻഡ് പ്രീവിയസ് ലോ ആണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് 24,320 നമ്മുടെ സ്റ്റോപ്പ് ലോസ്, 24,360 നമ്മുടെ എൻട്രി പ്രൈസ്. അപ്പോൾ നമ്മളൊരു 40 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ്. അപ്പോൾ നമുക്ക് 40 എന്ന് പറയുമ്പോൾ ഒരു 1:2 പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യാൻ നിഫ്റ്റിയിൽ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഡേ 1 നമുക്ക് പ്രോഫിറ്റും ലോസും ഇല്ല. ഡേ 2 നമുക്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റാണ്. ഇനി നമുക്ക് സെക്കൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഇന്ന് ട്രേഡ് എടുക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞിരുന്നത്. അതായത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷമാണ് മുകളിലേക്ക് വരുന്നതെങ്കിൽ 52,210 മുകളിലാണ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ പറഞ്ഞത്. നമുക്ക് ഏതായിരുന്നാലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നടന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 52,520 മുകളിലാണ് എൻട്രി പറഞ്ഞത്. 52,520 മുകളിൽ നമുക്ക്, ഞാൻ ഇവിടെ ലൈൻ ഇട്ടിരിക്കുന്നത് 513 52,520. ഞാൻ അല്പം മുകളിലേക്ക് വെക്കട്ടെ.
513 ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ എൻട്രി എടുത്ത് പോകാമായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞത് 520 എന്നാണ്. അതുകൊണ്ടാണ് നമ്മളത് മാറ്റം വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് 20ലേക്ക് കയറ്റി വെക്കുന്നത്. 20ലേക്ക് കയറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് വലിയ ബിഗ് ക്യാൻഡിൽ കണ്ടില്ലേ, ഈ ക്യാൻഡിലാണ് നമുക്ക് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെ ഒന്നും ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടില്ല. അതേസമയം 52,213 തന്നെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ ഒരു വലിയ ക്യാൻഡിലിൻ്റെ ബോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് എൻട്രി എടുത്ത് പോകാമായിരുന്നു. അപ്പോൾ ഏതായിരുന്നാലും ആ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചില്ല. അപ്പോൾ നമ്മൾ ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഇത് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ റീടെസ്റ്റ് വന്നു. നെക്സ്റ്റ് ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി എടുക്കാനുള്ള സാധ്യത. നോക്കൂ, ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 190 പോയിൻറ്റിൻ്റെ റാലി ഇന്ന് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി കിട്ടുന്ന സ്ഥിതിക്ക് ഇതാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ്, പ്രീവിയസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് നമ്മൾ ഇവിടെയാണ്, 52,470. 52,470 എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറൻറ്റ് വരുന്നത് 100-110 പോയിൻറ്റിനകത്ത് ഡിഫറൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ 1:1 + 1:1.5 ആ ഒരു ലെവലിൽ 1:2ലേക്ക് ചെറിയ ഒരു 20 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് 5 മിനിറ്റ്സ് ക്യാൻഡിലാണല്ലോ, 80,520 മുകളിലാണ് എൻട്രി പറഞ്ഞത്. 80,520 മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷമാണ് 80,520 മുകളിൽ എടുത്ത് വരേണ്ടത്. നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് തന്നെയാണ് നടന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെയാണ്. അതേസമയം ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ 80,340 ശേഷമാണ് എൻട്രി പറഞ്ഞത്. നമുക്ക് ഇവിടെയാണല്ലോ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് മാർക്കറ്റ്. ഇവിടെ നിന്നും ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നേരെ താഴെ വരികയാണല്ലോ ചെയ്തത്. താഴെ വന്നിട്ട് തിരിച്ച് കയറുന്ന സമയത്ത് 80,340 എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കാൻ പാടില്ല, അത് എടുക്കുന്നത് സേഫ് അല്ല. കാരണം ഇവിടെ ഹൈ എന്നുള്ളത് വേറൊരു ലെവൽ കൂടെ ഉള്ളത് കൊണ്ട് ശരിക്കും നമ്മൾ ഇതിന് മുകളിലാണ് ഇന്ന് ശരിക്കും എൻട്രി എടുക്കേണ്ടത്. നമ്മുടെ ബയ്യിങ് ലെവൽ 80,520 പക്ഷേ ശരിക്കും നമ്മളിന്ന് എൻട്രി പോകേണ്ടിയിരുന്നത് 80,550 മുകളിലാണ്. പക്ഷേ ഏതായിരുന്നാലും കുഴപ്പമില്ല, കാരണം ആ ഒരു അടിഭാഗത്ത് നിന്നും വരുന്നതുകൊണ്ട് നമുക്ക് 80,520 നിന്ന് തന്നെ ഇന്നലെ പറഞ്ഞ രൂപത്തിൽ തന്നെ എൻട്രി എടുത്ത് വരാം. എൻട്രി എടുത്ത് വരിക എന്ന് പറയുമ്പോൾ ഇതാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത്. നെക്സ്റ്റ് ഈ ക്യാൻഡിൽ നിന്നാണ് നമുക്ക് എൻട്രി ലഭിക്കുക. ഈ സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് എടുക്കാൻ നമ്മൾ തുനിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നായിരിക്കും എൻട്രി എടുത്തിട്ടുണ്ടാവുക. ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ 375 പോയിൻറ്റിൻ്റെ റാലി നമുക്ക് സെൻസെക്സിൽ ലഭിച്ചിട്ടുണ്ട്. അതേസമയം സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നിന്ന് എൻട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതാണ് സ്റ്റോപ്പ് ലോസ്. നോക്കൂ, 170 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസാണ്. നിങ്ങൾ എന്താ ഇത്ര വലിയ സ്റ്റോപ്പ് ലോസ് എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി ഒരു 200-300 പോയിൻറ്റ് ക്യാച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കേണ്ടത്. ഇനി ഇവിടെയൊക്കെ വെക്കാം, പക്ഷേ ഡൗൺ സൈഡ് വന്നു കഴിഞ്ഞാൽ അത് SL ഹിറ്റായിട്ട് പോയി കളയും. അതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് തീർച്ചയായും ദിവസം ഒരു ട്രേഡാണ് എടുക്കുന്നുള്ളെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് കിട്ടണം, സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകണം. ഇതാണ് നമ്മൾ പറയുന്ന വീഡിയോയിലെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ 170 എന്ന് പറയുമ്പോൾ നമുക്ക് 1:2 ലഭിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ നോക്കൂ, ഇനിയിപ്പോൾ 1:2 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നില്ലെങ്കിലും 1:1 നമുക്ക് 170 പോയിൻറ്റ് സുഖസുന്ദരമായിട്ട് കിട്ടുമല്ലോ. 304 പോയിൻറ്റിൻ്റെ റാലിയുണ്ട്. 1:2 ഒരു 40 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. 1:1.5 പ്രോഫിറ്റ് നമുക്ക്. അപ്പോൾ ഇത് മൂന്ന് ഇൻഡെക്സിൽ നമുക്കിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം പ്രോഫിറ്റോടുകൂടി തന്നെ ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നാളത്തെ ലെവലുകൾ എങ്ങനെയൊക്കെയാണ് ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ
ട്രേഡിംഗ് സംബന്ധമായ സംശയങ്ങൾക്ക് സമയലഭ്യതയ്ക്കനുസരിച്ച് ആൻസർ നൽകുന്നതാണ്. ദിവസവും 1-2 അതിൽ കൂടുതലോ സക്സസ്ഫുള്ളായ ട്രേഡുകളുടെ സജഷൻ നൽകാറുണ്ട്. ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പുണ്ട്, ആഫ്റ്റർ ഓപ്ഷൻ പെയ്ഡ് എന്നാണ്. ഇതിൽ ഞങ്ങൾ ദിവസവും സക്സസ്ഫുള്ളായ 4-5 സിഗ്നലുകൾ സജഷൻ ചെയ്യാറുണ്ട്. കമ്മോഡിറ്റി എന്നുള്ള മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഇതിൽ ഞങ്ങൾ സ്റ്റോക്ക് ഓപ്ഷനും അതുപോലെ തന്നെ കമ്മോഡിറ്റി സംബന്ധമായ സിഗ്നൽസാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. മറ്റൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ഫോറക്സ് സംബന്ധമായ ചാനലാണത്. ഇതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, വെൽക്കം ബാക്ക്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്നും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ 24,540 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ചെറുതായിട്ടൊന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ട് അല്പം താഴേക്ക് വന്നിട്ടുണ്ട് ഡേ ക്യാൻഡിലിൽ. അതുകൊണ്ട് തന്നെ നാളെ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ നോക്കൂ, കാരണം ഇത് 1 ഹവറിൽ വരുമ്പോൾ നമുക്കിവിടെ ഒരു ഈവനിങ് സ്റ്റാറാണ് ഫോമായിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ വെച്ചു, അതിനുശേഷം ഇവിടെ ഒരു 1 ഹവറിൽ ഒരു റെഡ് ക്യാൻഡിൽ ഫോമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഒരു 80% നമുക്ക് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ നാളെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഇതുവരെ ഒരു ക്യാൻഡിൽ കൂടെ 1 ഹവർ ക്യാൻഡിൽ കൂടെ ഫോമായിട്ട് തിരിച്ച് മുകളിലേക്ക് പോകാം. ഇവിടെ 24,360 നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് വീണ്ടും മുകളിലേക്ക് തന്നെ പോകാം. ഏതായിരുന്നാലും ഈ ആഴ്ച മുകളിലേക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് സൂചനകൾ നൽകുന്നത്. ഓക്കെ, 1 ഹവർ ടൈം ഫ്രെയിമിൽ നമുക്ക് നാളെ 24,480 മുകളിൽ എൻട്രി എടുത്ത് പോകാട്ടോ. 1 ഹവർ ടൈം ഫ്രെയിമിലും 15 മിനിറ്റ്സ് ക്യാൻഡിലും. അതേസമയം 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ ഡൗൺ സൈഡിലേക്ക് ആദ്യം പറയട്ടെ. 1 ഹവറിലും 15 മിനിറ്റ്സിലും ഡൗൺ സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 24,330 താഴെ 1 ഹവർ ടൈം ഫ്രെയിമിൽ, 1 ഹവർ ആൻഡ് 15 മിനിറ്റ്സിൽ 24,480 മുകളിലും 24,330 താഴെയും 1 ഹവർ ടൈം ഫ്രെയിമിലും 15 മിനിറ്റ്സിലും. ഇനി നമുക്ക് 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിൽ, അതും 24,480 മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിൽ 24,500 മുകളിൽ 5 മിനിറ്റ്സിൽ എൻട്രി എടുത്ത് പോകാം. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ 24,500 5 മിനിറ്റ്സ് മാത്രമല്ല 3 ടൈം ഫ്രെയിമിലും 5 മിനിറ്റ്സിലും 15 മിനിറ്റ്സിലും 1 ഹവറിലും നമുക്ക് 24,500 മുകളിൽ എൻട്രി ഉള്ളൂ. 24,480 എന്ന് പറയുന്നത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം മുകളിലേക്ക് വരുമ്പോഴാണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ തീർന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേസമയം താഴത്തേക്ക് നമുക്ക് ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. 1 ഹവറിൽ 24,330 താഴെ എൻട്രി എടുത്ത് വരാം. ഇനി ഡൗൺ സൈഡിലേക്കാണെങ്കിൽ, ഇപ്പോൾ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷമാണെങ്കിൽ നാളെ 5 മിനിറ്റ്സ് ക്യാൻഡിൽ 24,380 താഴെ. അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഇതിന് മുകളിൽ എൻട്രി എടുക്കാം. 52,780 മുകളിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം തിരിച്ചു വരികയാണെങ്കിൽ 5 മിനിറ്റ്സിലും 1 ഹവറിലും 15 മിനിറ്റ്സിലും. അതേസമയം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാൻ എന്തായാലും നമുക്ക് സാധ്യമാവില്ലല്ലോ. 52,860 മുകളിൽ. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്യുക. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷമാണെങ്കിൽ 52,860 മുകളിൽ. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 52,780 മുകളിൽ. ഇനി ഡൗൺ സൈഡിലേക്ക് 5 മിനിറ്റ്സിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം താഴെ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുത്ത് വരാം. 52,565. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷമാണ് താഴെ വരുന്നതെങ്കിൽ 52,280 താഴെ, 52,270 താഴെ എൻട്രി എടുത്താൽ മതി. സെൻസെക്സിലേക്ക് വരുമ്പോൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം മുകളിലേക്ക് വരികയാണെങ്കിൽ 80,950 മുകളിൽ 3 ടൈം ഫ്രെയിമിലും എൻട്രി എടുക്കാം. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷമാണ് മുകളിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ നിന്ന് എൻട്രി എടുക്കാൻ കഴിയില്ല. 81,350 മുകളിൽ. ഇനി ഡൗൺ സൈഡിലേക്ക് 1 ഹവർ ടൈം ഫ്രെയിമിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം താഴെ വരികയാണെങ്കിൽ നമുക്ക്
80,650 താഴെ എൻട്രി എടുക്കാം. അതേസമയം ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് 80,180 താഴെ. ഇനി 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ ചിലർക്ക് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. ഏതായിരുന്നാലും ഇത് വലിയൊരു കൺഫ്യൂഷനിലേക്ക് വഴിവെക്കുന്നതുകൊണ്ട് ഇനി നാളെ മുതലുള്ള വീഡിയോയിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലൈൻ തന്നെ പറയാം. അതായിരിക്കും നല്ലത്. ഇതുവരെ പറഞ്ഞ രൂപത്തിൽ ഇത് കൺഫ്യൂഷൻ കുറച്ച് കൂടും. അതുകൊണ്ട് 5 മിനിറ്റ്സിൽ നമുക്ക് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 80,432 താഴെ എൻട്രി എടുത്ത് വരാം. 80,430 താഴെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം താഴെ വരുന്ന കാര്യമാണ് പറയുന്നത്. പിന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം താഴെ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എടുത്ത് വരാം 80,790. ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരു സൗകര്യമുണ്ട്, പെട്ടെന്ന് എൻട്രി കിട്ടും. ഇത് കൃത്യമായിട്ട് കേട്ടതിന് ശേഷം നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചാൽ മാത്രമേ നാളെ ട്രേഡ് ചെയ്യുമ്പോൾ ഓർമ്മ വരുള്ളൂ. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും പറഞ്ഞ പ്രകാരം ഇങ്ങനെ ചാർട്ടിൽ വരച്ച് അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ എഴുതി ആ ടൈം വരുമ്പോൾ നിങ്ങൾ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. ഇന്നത്തെ പോലെ നാളെയും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.